ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ദി ക്ലാസ്. നമുക്കിന്ന് കുറച്ച് ഇക്കണോമിക്സ് പഠിച്ചാലോ? പ്ലസ് ടുവിലെ ടോപ്പിക്സ് ആണ്. എങ്ങനെയുണ്ടായിരുന്നു പ്ലസ് വണ്ണിലേക്ക് ടോപ്പിക്സ് ഒക്കെ? അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നല്ലേ? പിന്നെ ആരെങ്കിലും എടുത്ത് നോക്കിയിട്ടുണ്ടോ പ്ലസ് ടുവിലെ ടോപ്പിക്സ് എക്കണോമിക്സിൻ്റെ? പ്ലസ് വണ്ണിലേതായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല, ഒരു കണക്ഷനും ഇല്ലാത്തതായിട്ട് തോന്നും. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പഠിച്ചു വരുമ്പോൾ മനസ്സിലാകും. പിന്നീട് എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിൻ്റെ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമതായിട്ട് നിങ്ങൾ എൻ്റെ PDF നോട്ട്സ് ക്ലാസ്സിന് മുമ്പായിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുക. അങ്ങനെ ചെയ്ത് വെച്ചിട്ട് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് പ്രിൻ്റ് എടുക്കുകയോ എഴുതി വെക്കുകയോ ചെയ്യണം. പിന്നീട് എഴുതുന്നവരാണെങ്കിൽ ഈ കളർ സ്കീം അതുപോലെ തന്നെ ഫോളോ ചെയ്യണം. ഇതിപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോന്ന് മഴവില്ലോ എന്നൊക്കെ ചോദിക്കും. അത് മഴവില് പോലൊക്കെയാണ് ഇരിക്കുന്നത്. ഇതൊക്കെ സിവിൽ സർവീസിന് പഠിക്കുന്ന സ്റ്റുഡൻസ് പോലും അപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. കാരണം എനിക്ക് നിങ്ങളിൽ നിന്നും വേണ്ടുന്നത് ഒരു ഹാർഡ് വർക്ക് അല്ല, നമുക്കൊരു സ്മാർട്ട് വർക്കാണ് വേണ്ടത്. എക്കണോമിക്സിലെ പരമാവധി മാക്സിമം നമ്മളുടെ എല്ലാ സമയവും കുറച്ച് കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ള സബ്ജക്റ്റുകൾ, അതായത് പ്രോബ്ലം പേപ്പേഴ്സ് ഒക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക്, അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ലോജിക്കൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുക. ഞാനൊരു കഥ പറയാം, നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത്. ഒരു കാട്ടിൽ ഒരു മത്സരം നടന്നു. ഒന്നാമത്തെ കാര്യം ലോജിക്കെല്ലാം മാറ്റി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി, നമ്മളെ പഞ്ചായത്ത് കഥയൊക്കെ പോലെ തന്നെയുള്ളൊരു കാര്യമാണ്. ഒരു കാട്ടിലൊരു മത്സരം നടന്നു. ഒരു മരത്തിൻ്റെ മുകളിൽ ആദ്യം കയറുന്ന ആളാണ് വിജയി. അപ്പോൾ ആരൊക്കെ തമ്മിലാണ് മത്സരം നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുരങ്ങനും ഒരു സിംഹവും ഒരു ആനയും തമ്മിലാണ്. അതെ, മൂന്നും വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരാണ്. ഒരാളുടെ കഴിവുള്ള മറ്റുള്ള ഒരാൾക്ക് ഉള്ളത്. നമുക്കറിയാം കുരങ്ങൻ മരം കയറാനൊക്കെ മിടുക്കനാണ്, അവൻ ആദ്യം തന്നെ ചാടി കയറുന്നുള്ള കാര്യം അറിയാം. പിന്നെ സിംഹത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അള്ളി പിടിച്ചാണെങ്കിലും വലിഞ്ഞ് എങ്ങനെയും ഒക്കെ കയറിപ്പെടാൻ പറ്റും. പക്ഷെ കുരങ്ങനെ എന്നാലും ഫസ്റ്റ് അടിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കുരങ്ങനായിരിക്കുമല്ലോ വിജയിയാവുന്നത്. പിന്നീട് ആനെ കൊണ്ട് കണ്ട മരം കയറാൻ നടക്കുന്ന കാര്യമാണ്, പറ്റും ആനയെ കൊണ്ട്. പക്ഷെ ഈ ആന ഇച്ചിരി സ്മാർട്ടായിട്ടൊന്ന് ചിന്തിച്ച് എന്ത് ചെയ്ത്, ആനയ്ക്ക് ഫസ്റ്റ് അടിക്കണമെന്ന് തോന്നി, ഒന്നാമതാകണമെന്ന് തോന്നി. ആളൊരു ഇച്ചിരി മടിയനുമായിരുന്നു എന്ന് വെച്ചോ. നേരെ ചെന്ന് ആ മരം അങ്ങ് ഉരുട്ടി താഴെയിട്ട് എന്നിട്ട് അതിൻ്റെ മേലിൽ ചവിട്ടി. അപ്പോൾ ആരായി? ഒന്നവൻ ആനയായി. കുരങ്ങൻ മരത്തിന് മുകളിൽ കയറുന്ന അത്രയും സമയം പോലും വേണ്ടി വന്ന് കാണത്തില്ല ഈ ആനയ്ക്ക് അതിൻ്റെ ഒരു തള്ളിന് മരം താഴെ ഇട്ടിട്ട് അതിൻ്റെ മേലെ കയറി നിൽക്കുക. സോ നമ്മളെല്ലാവരും ഡിഫറെൻ്റ് ആണ്. പക്ഷേ നമ്മൾ ചെയ്തത് ഇത് ആനയെ പോലെ ഒരു സ്മാർട്ട് വർക്ക് ആയിരിക്കണം ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കെല്ലാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. സോ നമുക്ക് എല്ലാവരും വരൂ ഇങ്ങോട്ട്, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ ഇക്കണോമിക്സ്. മാക്രോ ഈ പേരുകളെല്ലാം കേട്ടിട്ടുണ്ടാവും, മൈക്രോയും മാക്രോയും. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളത് മാക്രോ ഇക്കണോമിക്സ് ആണ്. ഏത്? മാക്രോ. അതായത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്തിട്ടൊന്നുമല്ല. നമ്മൾ ഒരു കൂട്ടം ആൾക്കാരെ പറ്റി, ഒരു സൊസൈറ്റിയെ പറ്റി, അല്ലെങ്കിൽ നമ്മളുടെ നേഷൻ, അതായത് നമ്മുടെ ഇന്ത്യയെ പറ്റിയുള്ള കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്സിനെ അങ്ങോട്ട് മാറ്റി വെക്കുക തൽക്കാലം. അപ്പോൾ നമ്മൾ മൈക്രോ എക്കണോമിക്സ് ആണ് ഇപ്പോൾ സെക്കൻഡ് ഇയർ നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് നിങ്ങൾക്ക് വ്യത്യാസമൊക്കെ പറഞ്ഞു വരുമ്പോൾ തന്നെ മനസ്സിലാകും. സോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇതാണ്. നമുക്ക് ഇതിനകത്തൊക്കെ പഠിക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഇതിനകത്ത് എക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻസ് പഠിക്കാനുണ്ട്, എക്കണോമിക്സിൻ്റെ നേച്ചർ പഠിക്കാനുണ്ട്, പിന്നീട് മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ് എന്താണെന്നും അതിൻ്റെ ഡിഫറൻസും പഠിക്കാം. പിന്നെ മെത്തേഡ്സ് ഓഫ് സ്റ്റഡി ഓഫ് ഇക്കണോമിക്സ്, എങ്ങനെയൊക്കെയാണ് ഇക്കണോമിക്സ് പഠിക്കാവുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പഠിക്കണമെന്നല്ല ശരിക്കും പറഞ്ഞാൽ ഇവർ ഉദ്ദേശിക്കുന്നത്. ഒരു ഇക്കണോമിസ്റ്റ് എങ്ങനെയാണ് ഒരു ഇക്കണോമിയെ അനലൈസ് ചെയ്യുന്നത്, ഒരു ഇക്കണോമിക്കൽ പ്രോബ്ലത്തെ എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ ഉള്ളത് ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ്, പിന്നെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി തിയറം, അത്
വേണമെങ്കിൽ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇട്ടോ, കാരണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഈ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത്, നിങ്ങളുടെ ഈ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്, അതായത് ബുദ്ധിമുട്ടെന്നല്ല, എന്തെങ്കിലും നിങ്ങളുടെ മെമ്മറിയിൽ നിന്നും അല്ല, നമ്മളുടെ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയിൽ നിന്നും ചെയ്യാനുള്ള, ബുദ്ധി ഉപയോഗിക്കാനുള്ള ഒരു കാര്യം പ്രൊഡക്ഷൻ പോസിബിലിറ്റി തിയറം മാത്രമാണ്. അത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞ് തീർക്കാം. പിന്നെ ഹൗ ഡിഫറെൻറ്റ് എക്കണോമിക്സ് സോൾവ് ദി ബേസിക് എക്കണോമിക് പ്രോബ്ലം, നമ്മൾ വേണ്ടേ ഇവിടെ പറഞ്ഞല്ലോ, ബേസിക് എക്കണോമിക് പ്രോബ്ലം, അതിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് പഠിക്കുന്നത്. സോ നമുക്കിപ്പോൾ ഏതൊക്കെ എടുക്കാം? നമുക്കിപ്പോൾ ഫസ്റ്റ് ക്ലാസ് അല്ലേ, നമുക്ക് കുറച്ച് പോർഷൻസ് മാത്രമായിട്ട് എടുക്കാം. നമുക്ക് തൽക്കാലം ഡെഫിനിഷൻസും പഠിക്കാം, പിന്നീട് നേച്ചർ ഓഫ് എക്കണോമിക്സും മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സും നമുക്ക് പഠിക്കാം. ഓക്കെ, എന്താണ് ഡെഫിനിഷൻ? എക്കണോമിക്സിൻ്റെ അല്ല, ഒരു സബ്ജക്റ്റിനെ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനെ ഡിഫൈൻ ചെയ്യുന്നതാണ്. അതെന്താണെന്ന് പറഞ്ഞു തരുന്നൊരു കാര്യമാണ് ഡെഫിനിഷൻ. നിങ്ങൾ അക്കൗണ്ടൻസിയുടെ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, അക്കൗണ്ടൻസി ഈസ് ആൻ ആർട്ട് ഓഫ് ബ്ലാ ബ്ലാ ബ്ലാ, ഇങ്ങനെ നല്ലൊരു പാട്ട് പോലെ ഇങ്ങനെ പാടി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഇപ്പോൾ നാലിനകത്ത് വെച്ച്. പക്ഷേ എക്കണോമിക്സിന് അങ്ങനത്തെ ഡെഫിനിഷൻ അല്ല. എക്കണോമിക്സിന് ഒരു 4 ഡെഫിനിഷൻ ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 4 ഡെഫിനിഷൻ. നമ്മൾ അക്കൗണ്ടൻസിയുടെ ഒക്കെ ഡെഫിനിഷൻ പഠിച്ചതിൽ നിന്നും ഇതുമായിട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അക്കൗണ്ടൻസി പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ അക്കൗണ്ടൻസി എന്താണെന്ന് പറഞ്ഞു, നമ്മൾ അക്കൗണ്ടൻസിയെ പറ്റി ഒരു ഓവർവ്യൂ ആണ് അതിനകത്തുനിന്ന് കിട്ടിയത്. പക്ഷേ ഇക്കണോമിക്സിൻ്റെ ഈ 4 ഡെഫിനിഷൻ നമുക്ക് തന്നത് മറ്റൊരു കാര്യമാണ്, എവല്യൂഷൻ ഓഫ് എ സബ്ജക്റ്റ്, ഇവല്യൂഷൻ ഓഫ് ഇക്കണോമിക്സ്. അതായത് എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ എക്കണോമിക്സ് എന്ന ബ്രാഞ്ച് ഓഫ് സ്റ്റഡി, ആ ഒരു വിഷയത്തിൻ്റെ എവല്യൂഷനാണ്. എവല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പരിണാമം, എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടായി വന്നിട്ട് ഈ ഒരു ഡെഫിനിഷനുമാണ് നമ്മളെ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന എക്കണോമിക്സ് ആക്കി മാറ്റിയെടുത്തിട്ടുള്ളത്. എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിന് രൂപം കൊടുത്തിട്ടുള്ളത് തന്നെ ഈ ഡെഫിനിഷൻസിൽ കൂടെയാണെന്ന് നമുക്ക് പറയാം, ഉറപ്പായിട്ടും പറയാം. അതാണ് ഈ ഡെഫിനിഷൻസിൻ്റെ ഫീച്ചേഴ്സ്. നിങ്ങൾ ഡെഫിനിഷൻ കാണാതെ പഠിക്കുകയൊന്നും വേണ്ട. ഇതിനകത്ത് നിങ്ങൾ എന്താണെന്ന് വെറുതെ അറിഞ്ഞിരിക്കുക, ഡെഫിനിഷനിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക, വെറുതെ വായിച്ച് നോക്കുക. പിന്നീട് നിങ്ങളുടേതായിട്ടുള്ള ഇപ്പോൾ എക്സാമിന് അങ്ങനെ കൂടുതലായിട്ട് വരാൻ സാധ്യതയില്ല, ഏത് ഡെഫിനിഷൻ വരാൻ സാധ്യതയില്ല, അതിനകത്തുള്ള ചില കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. 4 ഡെഫിനിഷനാണുള്ളത്. വെൽത്ത് ഡെഫിനിഷൻ, വെൽഫെയർ ഡെഫിനിഷൻ, സ്കാർസിറ്റി ഡെഫിനിഷൻ, പിന്നീടുള്ളത് ഗ്രോത്ത് ഡെഫിനിഷൻ. നമുക്കപ്പോൾ ആദ്യത്തെ വെൽത്ത് ഡെഫിനിഷൻ നോക്കാം. വരിക, ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ആഡം സ്മിത്ത് ഇൻ ദ ഇയർ 1776. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഏത് ഡെഫിനിഷനാണ്, ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഏത് വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഏത് ബുക്കിൽ കൂടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നീട് അതിൻ്റെ കണ്ടന്റ് വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കുക. പക്ഷേ ബാക്കിയുള്ള ഇത്രയും കാര്യങ്ങൾ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ഇത്രയും 4 കാര്യങ്ങൾ വളരെ നന്നായിട്ട് തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ്. ഇത് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് അങ്ങനത്തെ മുതലായിട്ടുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് 1 മാർക്കും ചെറുതല്ല, നമുക്ക് എല്ലാം പഠിക്കണം. ഇതൊക്കെ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, വെറുതെ പഠിക്കാം. അപ്പം നമുക്കുള്ളത് വെൽത്ത് ഡെഫിനിഷനാണ്. ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ആഡം സ്മിത്ത് ഇൻ ദ ഇയർ 1776, 1776 ത്രൂ ഹിസ് ബുക്ക് വെൽത്ത് ഓഫ് നേഷൻസ്. വെൽത്ത് ഓഫ് നേഷൻസ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ബുക്കിൽ കൂടെയാണ് അദ്ദേഹം എക്കണോമിക്സിനൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ബേസിക്ക് വെൽത്ത് ആയിരുന്നു. ബേസിക്ക് അദ്ദേഹം അതിൻ്റെ ക്രെഡൻഷ്യലായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, അതായത് ഡെഫിനിഷൻ എക്കണോമിക്സിനെ അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്ന വെൽത്തിൽ കൂടെയായിരുന്നു. എന്താണ് വെൽത്ത് എന്ന് വെച്ചാൽ സമ്പത്താണ്, സമ്പത്തിൽ കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ ബുക്കിൽ പറയുകയാണ്, ഇക്കണോമിക്സ് ഈസ് ആൻ ഇൻക്വയറി ഇൻ ടു ദി നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. നിങ്ങൾ അധികം ഒരുപാട് അതിൻ്റെ പിന്നിൽ തലവയ്ക്കൊന്നും വേണ്ട, ഇത്രയുള്ള കാര്യം. എങ്ങനെയാണ് ഒരു രാജ്യം സമ്പത്ത് ഉണ്ടാക്കുന്നത്, അതിൻ്റെ
നേച്ചർ എന്തൊക്കെയാണ്, അതിൻ്റെ സ്വഭാവം എന്തൊക്കെയാണ്, അതിനെപ്പറ്റിയുള്ള പഠനമാണ് എക്കണോമിക്സ് എന്നാണ് ആഡം സ്മിത്ത് പറഞ്ഞിട്ടുള്ളത്. ആരായിരുന്നു ആഡം സ്മിത്ത്? അത് പറഞ്ഞിരിക്കണമല്ലോ. ആഡം സ്മിത്ത് നമ്മളെ ഫാദർ ഓഫ് മോഡേൺ ഇക്കണോമിക്സ് ആണ്. മോഡേൺ ഇക്കണോമിക്സിൻ്റെ ഫാദറാണ് ആഡം സ്മിത്ത്. വലിയ പുള്ളിയാണ് അല്ലേ. അദ്ദേഹമാണ് ആദ്യമായിട്ട് എക്കണോമിക്സിന് ഇത്തരം ഒരു ഡെഫിനിഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. അതിന് പുറമെ JM കീൻസ് മുതലായിട്ടുള്ള പല എക്കണോമിസ്റ്റുകളും ഈ സെയിം കാര്യം തന്നെ ശരിയെന്നുള്ള കാര്യം അടിയറച്ച് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഫസ്റ്റ് ഡെഫിനിഷൻ കൊണ്ടുവന്നിട്ടുള്ളത് ആഡം സ്മിത്ത് ആണ്. അതാണ് വെൽത്ത് ഡെഫിനിഷൻ. അതായത് ആൻ ഇൻക്വയറി ഇൻ ടു ദി നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസിൻ്റെ രാജ്യങ്ങളുടെ വെൽത്ത് എങ്ങനെ ഉണ്ടാകുന്നു, അതിൻ്റെ നേച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് എക്കണോമിക്സ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഈ നോട്ട്സിൽ കൂടെ പിന്നീട് വായിച്ചു പോവുക, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. പിന്നീട് വെൽഫെയർ ഡെഫിനിഷനാണ് രണ്ടാമത്തെ ഡെഫിനിഷൻ. അത് കൊണ്ടുവന്നിട്ടുള്ളത് ആൽഫ്രഡ് മാർഷൽ. അദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള എക്കണോമിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം 1890 അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ്, ഈ ബുക്കിൽ കൂടെയാണ് അദ്ദേഹം വെൽഫെയർ ഡെഫിനിഷനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. എക്കണോമിക്സിന് വെൽഫെയറിൻ്റെ ബേസിസിൽ, അതായത് വെൽത്തും വെൽഫെയറും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമുക്ക് നോക്കാം. വെൽത്തും വെൽഫെയറും തമ്മിലുള്ള വ്യത്യാസം, വെൽത്ത് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു, നമുക്ക് സമ്പത്ത് ഉണ്ടായി, സിംപ്ലി അത് വെൽത്തായി. സിമ്പിളായിട്ട് അതിനെ വെൽത്ത് എന്ന് പറയാം. നമുക്ക് എന്തെങ്കിലും കിട്ടിയ അത് നമ്മൾ അച്ചീവ് ചെയ്തത് വെൽത്താണ്. പിന്നീട് വെൽഫെയർ, അത് വെൽത്തിനെ വെൽഫെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനുള്ള കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽത്തിന് ഗ്രോത്ത് ഉണ്ടാകണം, വെൽത്തിൽ നിന്നും മറ്റ് പലതും പ്രൊഡ്യൂസ് ചെയ്യണം, വെൽത്തിനെ കൺസ്യൂം ചെയ്യണം. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളിത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വെറുതെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തരുന്നതേ ഉള്ളൂ. മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ നമുക്കത് ലൈവ് ക്ലാസ്സിൽ നമുക്ക് ചോദിച്ചാൽ മതി, ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞുതരാം. കാരണം ഇത് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളത്, നിങ്ങൾ അറിവ് മാത്രമാക്കാൻ വേണ്ടിയുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞത്. അതാണ് വെൽത്തും വെൽഫെയർ തമ്മിലുള്ള വ്യത്യാസം. സോ നമ്മളുടെ ആരാണ് വെൽഫെയർ ഡെഫിനിഷൻ കൊണ്ടുവന്നത്? ആൽഫ്രഡ് മാർഷൽ ഇൻ 1890. അദ്ദേഹത്തിൻ്റെ ബുക്ക് ഏതായിരുന്നു? പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ്. അദ്ദേഹം എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എക്കണോമിക്സ് ഈസ് ദി സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ഇൻ ആൻ ഓർഡിനറി ബിസിനസ് ലൈഫ്. മനുഷ്യവർഗത്തിൻ്റെ, അതായത് നമ്മുടെ മനുഷ്യന്മാരുടെ സാധാരണ ലൈഫ്, നമ്മളിപ്പോൾ ഏതാണ് ഓർഡിനറി ബിസിനസ് ലൈഫ് ഏതാണ്? നമ്മൾ നേരത്തെ അക്കൗണ്ട്സിക്കകത്തൊക്കെ പഠിച്ചിട്ടുള്ള ലൈഫ് തന്നെ. ഏത്? ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് എന്നൊക്കെ നമ്മൾ ഡെഫിനേഷനകത്ത് പഠിച്ചിട്ടില്ലേ അക്കൗണ്ട്സിയുടെ? സെയിം കാര്യം തന്നെ. ഒരാളുടെ ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക, വാങ്ങുക, അല്ലെങ്കിൽ എയിം ചെയ്യുക, ഗീവ് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക, കൺസ്യൂം ചെയ്യുക മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള അയാളുടെ ലൈഫിൽ അതിൻ്റെ സ്റ്റഡിയാണ് എക്കണോമിക്സ്. അതിനെപ്പറ്റിയുള്ള പഠനമാണ് എക്കണോമിക്സ് എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ആൽഫ്രഡ് മാർഷൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്ത ഡെഫിനിഷൻ നോക്കാം, സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ലയണൽ റോബിൻസ് ഇൻ ദ ഇയർ ഓഫ് 1932. അദ്ദേഹവും വളരെ ഫേമസ് ആയിട്ടുള്ളൊരു എക്കണോമിസ്റ്റ് ആയിരുന്നു. 1932 ഇയർ, പേര്, അദ്ദേഹത്തിൻ്റെ ബുക്കും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേരാണ് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇക്കണോമിക്സ്. നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇക്കണോമിക്സ് എന്നുള്ള ബുക്കിൽ കൂടെ അദ്ദേഹം 1932 ഒരു സ്കേഴ്സിറ്റി ഡെഫിനിഷൻ, അതായത് എക്കണോമിക്സിന് സ്കേഴ്സിറ്റിയുടെ ബേസിസിൽ ഒരു ഡെഫിനിഷൻ കൊണ്ടുവന്നത്. അത് ഇതിനകത്ത് സിമ്പിളായിട്ട് പറയുന്ന കാര്യമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡെഫിനേഷൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇത് നമ്മളുടെ ഹ്യൂമൻസിൻ്റെ, നമ്മളെ മനുഷ്യരുടെ ആവശ്യങ്ങളാണെന്ന് വെച്ചോ, ഇത് റിസോഴ്സ് ആണെന്ന് വെച്ചോ. രണ്ടിനും ഒരു പ്രത്യേകതയുണ്ട്. ആവശ്യം, മനുഷ്യന്മാരുടെ ആവശ്യം, റിസോഴ്സ്, അതായത് നമ്മൾ എവിടെ നിന്നാണോ നമ്മൾ ആവശ്യം നടപ്പിലാക്കേണ്ട ഈ റിസോഴ്സിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ആവശ്യം അത് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, രണ്ടിനും പ്രത്യേകതയുണ്ട്. ഏതിനൊക്കെ? മനുഷ്യൻ്റെ ആവശ്യത്തിനും നമുക്കുള്ള റിസോഴ്സിനും. ഹ്യൂമൻസിൻ്റെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും അൺലിമിറ്റഡ് വാണ്ട്സ് ആണുള്ളത്, എക്സെപ്റ്റ് ഫോർ ഏതാ നിങ്ങളിപ്പോൾ പറയാം
ഫുഡ്. നമ്മൾ ഫുഡൊക്കെ വേണം, പക്ഷേ നമുക്കതിനൊരു ലിമിറ്റ് ഉണ്ട്. കിട്ടുന്ന എല്ലാം കൂടെ എന്താ നമ്മുടെ വയറ്റിലേക്ക് കയറില്ലല്ലോ. വയറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചല്ലേ കയറത്തുള്ളൂ. അതുപോട്ടെ, അതിനകത്തുള്ള കാര്യമല്ല. എന്നാലും മനുഷ്യൻ്റെ ബാക്കിയുള്ള എന്ത് കാര്യത്തിലാണെങ്കിലും, നമുക്ക് മണി ആണെങ്കിലും പവർ, എന്ത് കാര്യത്തിലും നമുക്ക് എത്ര കിട്ടിയാലും മതി വരത്തില്ല. അൺലിമിറ്റഡ് വാൺസ് ആണുള്ളത്. മനുഷ്യൻ്റെ നീഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. പക്ഷേ റിസോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ചെറിയൊരു പ്രശ്നമുണ്ട്. റിസോഴ്സ് കുറവാണ്, റിസോഴ്സ് സ്കേഴ്സ് ആണ്, റിസോഴ്സ് ലിമിറ്റഡ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ആയത്? അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ ആ ക്വാണ്ടിറ്റി കുറഞ്ഞു വരും. അതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതിന് വെള്ളമാണെങ്കിലും നമ്മളിപ്പോൾ ഒരു പാത്രത്തിൽ 10 ലിറ്റർ വെള്ളം കൊണ്ടുവന്ന് വെച്ചു, എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് ഇങ്ങനെ എടുത്ത് അത് തീർന്നു പോയല്ലോ. അങ്ങനത്തെ ഒരു, അതായത് നമ്മൾക്ക് എന്ത് റിസോഴ്സ് ആണെങ്കിലും എർത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സും ലിമിറ്റഡ് ആണ്. സോ എന്താണ്, നമ്മളുടെ കയ്യിൽ ഹ്യൂമൻ നീഡ്സ് ഉണ്ട്, അൺലിമിറ്റഡ് ആയിട്ടുള്ള ഹ്യൂമൻ നീഡ്സും ഉണ്ട്, സ്കേഴ്സ് റിസോഴ്സും ഉണ്ട്. ഇവ രണ്ടിനെയും കൂടെ ലിങ്ക് ചെയ്ത് കോർഡിനേറ്റ് ചെയ്യുന്നതാണ് എക്കണോമിക്സ് എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ലേണൽ റോബിൻസ് എന്ന് 1932 അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇക്കണോമിക്സിൽ കൂടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഡെഫിനിഷൻ മനസ്സിലായല്ലോ. ഈ ഡെഫിനിഷൻ വെറുതെ വായിച്ചു നോക്കുക. ഇതിനകത്ത് കീ പോയിന്റ് ആണ് എക്കണോമിക്സ് ഈസ് ന്യൂട്രൽ ബിറ്റ്വീൻ എൻഡ്സ്. രണ്ട് എൻഡ് ഉണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് വാണ്ടും പിന്നെന്താണുള്ളത്, സ്കേഴ്സ് റിസോഴ്സും. ഈ രണ്ട് എൻഡിൻ്റെയും ഇടയ്ക്ക് കിടന്ന് അതിനെ മാനേജ് ചെയ്യുന്നൊരു കാര്യമാണ്, ആ പ്രോസസ്സാണ് എക്കണോമിക്സ് എന്നാണ് നമ്മളുടെ ലേണൽ റോബിൻസ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. ഏത് വർഷം? 1932. ഏത് ബുക്ക്? നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇക്കണോമിക്സ്. ഈ പേരുകളും ഇയേഴ്സും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ എടുത്തെടുത്ത് പറയുന്നത്. നിങ്ങൾക്ക് ഇത് മാത്രമാണ് ഇതിനകത്ത് നിന്ന്, ഈ ഡെഫിനേഷൻസിനകത്ത് നിന്ന് നിങ്ങൾക്ക് വളരെയധികം ആവശ്യമുള്ള കാര്യങ്ങൾ. ഓക്കെ, നമുക്കിനിയും ലാസ്റ്റ് ഡെഫിനിഷനിലേക്ക് പോകാം. ഗ്രോത്ത് ഡെഫിനിഷൻ. ഗ്രോത്ത് ഡെഫിനിഷൻ ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത്? പ്രൊഫസർ സാമുവൽസൺ. അദ്ദേഹം ഒരു മോഡേൺ എക്കണോമിസ്റ്റ് ആയിരുന്നു. ഏത് ഇയറിലാണ്? 1948. സിമ്പിളായിട്ട് ഓർത്തിരിക്കാം. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം. അതിന് ഒരു വർഷത്തിന് ശേഷം. ആ കാര്യം ഓർത്തിരുന്ന് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കിട്ടും. പ്രൊഫസർ സാമുവൽസൺ 1948 അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേര് എക്കണോമിക്സ്, വേറെ എക്കണോമിക്സ് എന്നുള്ള ഒരൊറ്റ പേരിൽ പുള്ളി അങ്ങ് ചുരുക്കി കളഞ്ഞു. അപ്പം അദ്ദേഹം അതിനകത്തൂടെ ഗ്രോത്ത് ഡെഫിനിഷൻ ഉണ്ടാക്കി തരികയാണ് നമുക്ക് ചെയ്തത്. ഗ്രോത്ത് ഡെഫിനിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻ ഉണ്ടാക്കി ഏതിൻ്റെ ബേസിസിൽ? ഗ്രോത്തിൻ്റെ ബേസിസിൽ. അതെങ്ങനെയാണെന്നുള്ള കാര്യം നോക്കാം. ഇത്രയുള്ള അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷനകത്ത് പറയുന്നത്. നമ്മൾ ഇതിനകത്ത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ വായിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവാൻ അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. ആർക്കാണെങ്കിലും മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ഡെഫിനിഷനാണ് തന്നിട്ടുള്ളത്. ഞാൻ തന്നിട്ടുള്ളതല്ല, അദ്ദേഹം നമുക്ക് തന്നിട്ടുള്ളത്. പക്ഷേ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ഡെഫിനിഷൻ ടിൽ നൗ. ഇതുവരെ എക്കണോമിക്സിന് ഈ ഒരു ഡെഫിനിഷനാണ് ആപ്ലിക്കബിൾ ആവുന്നത്. എന്ന് വെച്ചാൽ ഈ 4 ഡെഫിനിഷനും ആപ്ലിക്കബിൾ ആണ്. എന്നാലും നമ്മൾ യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും മികച്ചതെന്ന് പറയാനുള്ള ഡെഫിനിഷൻ ഇദ്ദേഹത്തിൻ്റെതാണ്. എന്താണെന്ന് നോക്കാം നമുക്ക്. നമ്മൾ മുമ്പേ ന്യൂട്രൽ ബിറ്റ്വീൻ എൻഡ്സ് എന്ന് പറഞ്ഞില്ല, അതേപോലെ തന്നെ ഇവിടെ അത് തന്നെ സെയിം ഒരു കൺസെപ്റ്റ് ആണ് ഉള്ളത്. മനുഷ്യൻ്റെ അൺലിമിറ്റഡ് വാൺസ്, സ്കേഴ്സ് റിസോഴ്സ്. പക്ഷെ ചെറിയൊരു കാര്യം നടക്കുന്നുണ്ട്. ഇതിനെ മനുഷ്യൻ യൂട്ടിലൈസ് ചെയ്ത്, അതായത് സ്കേഴ്സ് റിസോഴ്സിനെ യൂട്ടിലൈസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ പ്രോഡക്ട്സ് പിന്നീട് ഫ്യൂച്ചറിലേക്കോ അല്ലെങ്കിൽ ഇപ്പോൾ കൺസ്യൂം ചെയ്യാനോ ആയിരിക്കാം. ആ ഒരു രീതിയിലേക്ക് എത്തിക്കുന്നതിനുള്ള സ്റ്റഡിയാണ് എക്കണോമിക്സ് എന്നാണ് ആര് പറയുന്നത്? നമ്മളുടെ പ്രൊഫസർ സാമുവൽസൺ ഇൻ 1948 ത്രൂ ഹിസ് ബുക്ക് ഇക്കണോമിക്സ് പറയുന്നത്. മനസ്സിലായല്ലോ? അതായത് സ്കേഴ്സ് റിസോഴ്സസ്, ഇവിടെ സ്കേഴ്സ് റിസോഴ്സ് ഉണ്ട്, അൺലിമിറ്റഡ് വാൺസും ഉണ്ട്. സ്കേഴ്സ് റിസോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് യൂസസ് ഉള്ള റിസോഴ്സ് ആണ്, തീർന്നു പോകും, ലിമിറ്റഡ് ആണ്. മുമ്പേ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ഫീച്ചേഴ്സും ഉണ്ട്. മനുഷ്യൻ്റെ വാൺസും ഉണ്ട്. ഈ വാൺസിനനുസരിച്ച് മനുഷ്യൻ ഇതിനെ യൂസ് ചെയ്തിട്ട്, അതായത് നല്ല രീതിയിൽ യൂസ് ചെയ്ത് ഇതിനെ പ്രൊഡ്യൂസ് ചെയ്ത്, അതായത് ഇതിൽ നിന്ന് പ്രോഡക്റ്റ് ഉണ്ടാക്കി, ഇതിൽ നിന്നും പ്രൊഡക്ഷൻ നടത്തി, ആ പ്രൊഡക്ഷൻ
ഇപ്പോഴോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലോ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റഡി, അതിനെ മാനേജ് ചെയ്യുന്ന സ്റ്റഡിയാണ് അല്ലെങ്കിൽ അതിൻ്റെ കോർഡിനേഷനാണ് എക്കണോമിക്സ് എന്നാണ് പ്രൊഫസർ സാമുവൽസൺ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതാണ് 4 ഡെഫിനിഷൻസ്. നിങ്ങൾ ഇതിന് ഡെഫിനിഷൻ കാണാതെ പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങളാണല്ലോ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അഥവാ ചോദിക്കാൻ സാധ്യത കുറവാണ്, എന്നാലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാം. 4 ഡെഫിനിഷൻ നമ്മൾ നോക്കിയല്ലോ. 4 ഡെഫിനിഷനും ഒരു ഫീച്ചറുണ്ട്, ചെറിയൊരു ഫീച്ചറുണ്ട്. വെൽത്ത് ഡെഫിനിഷൻ ഇത്രയായിരുന്നു എന്ന് വെച്ചോ. വെൽഫെയറിലേക്ക് വന്നപ്പോൾ അതിങ്ങനെ ചുരുങ്ങി വന്നു. സ്കേഴ്സിറ്റി വന്നപ്പോൾ കുറച്ചുകൂടെ അത് ഒന്ന് ആക്യുറേറ്റ് ആയി, കുറച്ചുകൂടെ കൃത്യമായി ആ ഇക്കണോമിക്സ് എന്നുള്ള ഡെഫിനിഷൻ. ഗ്രോത്ത് വന്നപ്പോൾ ഫോക്കസിലേക്ക് എത്തി. അതായത് അതാണ് പറഞ്ഞത്, ഈ ഡെഫിനിഷൻസ് ആണ് എക്കണോമിക്സ് എന്നുള്ള സബ്ജക്റ്റിനെ വളർത്തിക്കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഫോക്കസിങ് പോയിന്റിലാക്കി എടുത്തത്. ഈ ഡെഫിനിഷൻസിൽ കൂടെയാണ് എക്കണോമിക്സ് എന്നുള്ള സബ്ജക്റ്റ് ബ്രാഞ്ച് ഓഫ് സ്റ്റഡി വളർന്നത് തന്നെ. ഓക്കെ, ഇതൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഓക്കെ, നമുക്ക് വേറൊരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നോക്കാനുണ്ട്. ഇതിൻ്റെ ഇയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തേത് 1776, അത് ആദ്യ കാലത്തുണ്ടായി. പിന്നീട് അതിന് ഇവോൾവ് ചെയ്തിട്ടാണ്, അതായത് വെൽത്ത് ഡെഫിനിഷൻ ഇവോൾവ് ചെയ്തിട്ടാണ് വെൽഫെയർ ഡെഫിനിഷൻ ഉണ്ടായിട്ടുള്ളത്. അതായത് 1890 വെൽഫെയർ ഡെഫിനിഷൻ ഫോം ചെയ്തിട്ടുള്ളത്. അതിനുശേഷം 1932 സ്കേഴ്സിറ്റി ഡെഫിനിഷനും ഉണ്ടായി. അതും എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് ഉണ്ടായെന്നുള്ള കാര്യം ആലോചിച്ച് നോക്കാം. പിന്നീട് ഗ്രോത്ത് ഡെഫിനിഷൻ അതിനുശേഷം ഏറ്റവും അവസാനമാണ് 1948 ഉണ്ടായിട്ടുള്ളത്. സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 1776, 1890, 1932, 1948 ഈ ഒരു ലെവലിലാണ് നമ്മൾ എക്കണോമിക്സ്, അതായത് നമ്മൾ സമയം കഴിഞ്ഞ് പോകുന്തോറും, കാലം കടന്നു പോകുന്തോറും എക്കണോമിക്സിന് കൂടുതൽ നല്ലൊരു ഫോക്കസിങ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എവല്യൂഷൻ, അതാണ് ഞാൻ പറഞ്ഞത്, എവല്യൂഷൻ. സോ ഇത്രയാണ് നമുക്ക് വെൽത്ത് ഡെഫിനിഷനകത്ത് പഠിക്കാനുള്ളത്. നിങ്ങൾ ഇതിനകത്തുള്ള ഈ നോട്ട്സിനകത്ത് ഞാൻ തന്നിട്ടുള്ള അത്രയും കാര്യങ്ങളൊക്കെ മാത്രം തന്നെ പഠിച്ചാൽ മതിയാവും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് അറിഞ്ഞിരിക്കുക, നിങ്ങളുടെ അറിവിന് വേണ്ടി മാത്രം. പിന്നീട് ഓക്കെ, ഞാൻ നോട്ട്സിനകത്ത് ഡെഫിനേഷൻ എക്കണോമിസ്റ്റ് ഇയർ ഏത് ബുക്കാണ് തന്നിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചേ പറ്റത്തുള്ളൂ. ഏത് ഡെഫിനേഷനാണ്, ഏത് എക്കണോമിസ്റ്റ് ആണ്, ഏത് ഇയർ ആണ്, ഏത് ബുക്കാണ് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും എക്സാമിന് ചോദിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് നേച്ചർ ഓഫ് ഇക്കണോമിക്സ്. എക്കണോമിക്സിൻ്റെ നേച്ചറാണ്. നമുക്ക് എക്കണോമിക്സ് എന്നുള്ള സബ്ജക്റ്റിനെ രണ്ടായിട്ട് തിരിക്കാം. സബ്ജക്റ്റ്, എക്കണോമിക്സ് എന്നുള്ള സബ്ജക്റ്റിനെ എങ്ങനെയൊക്കെയാണ്, ഒന്ന് പോസിറ്റീവ് എന്നുള്ള പേരിലും ഒന്ന് നോർമറ്റീവ് എന്നുള്ള പേരിലും. അതായത് രണ്ടും രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കണക്കാക്കുക. അതായത് പ്രസ്താവനകൾ, നമ്മൾ പറയുന്ന കാര്യം ഒന്ന് പോസിറ്റീവ് ആകാം, ഒന്ന് നോർമറ്റീവ് ആകാം. എന്ന് വെച്ചാൽ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് അല്ല. പോസിറ്റീവും നോർമറ്റീവും എന്താണ് വ്യത്യാസം എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് നോക്കാം. ഈ എക്കണോമിക്സ് എന്നുള്ള സബ്ജക്റ്റ് മൊത്തത്തിൽ തന്നെ, അതായത് ആ സബ്ജക്റ്റ് പറയുന്നത് ഒന്നി അതിങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടത് ഇതാണ്. മനസ്സിലായോ? രണ്ടും അത് ഇതാണ് എന്ന് പറയുന്നതും അതിന് വേണ്ടത് ഇതാണ്, നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് വാട്ടും വാട്ട് ഷുഡ് ബി ഡൺ അല്ലെങ്കിൽ വാട്ട് ഓട്ട് ടു ബി. ഇത് രണ്ടുമാണ് ഈ എക്കണോമിക്സ് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് രണ്ട് സ്റ്റേറ്റ്മെന്റ് ആക്കിയിരിക്കുന്നത്. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റും, അതായത് വാട്ട് എന്നുള്ളതിനെ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആക്കിയിട്ടും വാട്ട് ഓട്ട് ടു ബി, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, വാട്ട് ഷുഡ് ബി ഡൺ എന്നുള്ളതിനെ നോർമറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആക്കിയിട്ട് തന്നിട്ടുള്ളത്. അതാണ് നമുക്ക് രണ്ട് എക്കണോമിക്സിന്റെ നേച്ചർ എന്ന് പറയുന്നത്. എക്കണോമിക്സിന്റെ രണ്ട് നേച്ചർ എന്നുള്ളത്, ഈ രണ്ട് നേച്ചറും കൂടെ കൂടി ചേരുമ്പോഴാണ് എക്കണോമിക്സ് ഉള്ള സബ്ജക്റ്റ് ടോട്ടലി ഫോം ആകും. അതിൻ്റെ ഒരു അർത്ഥം വരുന്നത് അതെന്താണ്, അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്. അതാണ് എക്കണോമിക്സ് പഠിക്കുന്നതിന്റെ ഗുണവും എല്ലാം തന്നെ. അതെന്താണ്, അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണല്ലോ. ഓക്കെ, നമുക്കിനി നോക്കാം. അതെ,
പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് സിംപ്ലി വാട്ട് എന്താണ്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വാട്ട് എന്താണ്, അതായത് ദിസ് ഈസ് എ കാർ, ദ സ്കൈ ഈസ് ബ്ലൂ, സൺ റൈസ് ഇൻ ദ ഈസ്റ്റ്, ഇങ്ങനെയൊക്കെ പറയുകയും സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒബ്ജക്ഷൻ ഇല്ല. അതാണ് യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്, സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ നോമേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഒരല്പം കൂടെ ചിന്തിക്കാനുണ്ട് അതിനകത്ത്. വാട്ട് ought to be എന്നുള്ള കാര്യമാണ് നോക്കുന്നത്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഏതില്, നോമേറ്റീവ് സ്റ്റേറ്റ്മെന്റില്. അതായത് ഒരു എക്സാമ്പിൾ പറയാം, ഞാൻ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ തന്നെ, റെഡ്യൂസിങ് ഇൻഇക്വാലിറ്റി ഈസ് ദി മേജർ ഒബ്ജക്റ്റീവ് ഓഫ് എ ഡെവലപ്പിംഗ് കൺട്രി. അതായത് അസമത്വം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഒരു വളർന്നു വരുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാം നേരം, അത് മാത്രമാണോ അസമത്വം, അതായത് ഇൻഇക്വാലിറ്റി കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണോ ഒരു രാജ്യത്തിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്? അല്ല, അത് മാത്രമല്ല, മെയിൻ ഒബ്ജക്റ്റീവ്സിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ എംപ്ലോയ്മെന്റ് വേണം, പോവർട്ടി ഉണ്ടാകാൻ പാടില്ല, പിന്നീട് ഹെൽത്ത് സെക്ടർ കൂടെ വളരാനുണ്ട്. ഇതെല്ലാം തന്നെ ഒരു ഡെവലപ്പിംഗ് നേഷന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഇതും ഒരു ഒബ്ജക്റ്റീവാണ്, മനസ്സിലായില്ലേ? ഇത് മാത്രമല്ല ഒബ്ജക്റ്റീവ്, ഇതും ഒരു ഒബ്ജക്റ്റീവാണ്, ഇൻക്ലൂസീവ് ആണ് നോമറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതായത് നോമറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും അതിനകത്ത് നമുക്കൊരു മറുചോദ്യം ഉണ്ടാകാം. അത് നമ്മൾ അതായത് ഒരു ഗ്രൂപ്പിൽ നിന്നും ഉള്ളൊരു കാര്യത്തെ നമ്മൾ തിരഞ്ഞെടുത്ത് പറയുകയാണ്. എക്സാമ്പിൾ ഈ കാര്യത്തിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഒരു ഡെവലപ്പിംഗ് നേഷൻസിന്റെ മേജർ ഒബ്ജക്റ്റീവ്സിനകത്തുനിന്ന് നമ്മളൊരെണ്ണം തിരഞ്ഞെടുക്കും പറയുകയാണ്, റെഡ്യൂസിങ് ഇൻഇക്വാലിറ്റി ഒരു മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ അതാണ്. പക്ഷേ മേജർ ഒബ്ജക്റ്റീവ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ റെഡ്യൂസിങ് ഇൻഇക്വാലിറ്റി. അതിനകത്ത് മറ്റ് കാര്യങ്ങളും കൂടെ ഇത് ചെയ്തിട്ടുണ്ട്, അതായത് മറ്റു കാര്യങ്ങളും ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഓക്കെ, അത്രയാണ് ഇതിനകത്ത് നമുക്ക് നേച്ചർ ഓഫ് എക്കണോമിക്സിനകത്ത് എക്കണോമിക്സ് എന്നുള്ള സബ്ജക്റ്റിന്റെ ബേസിസിൽ എക്കണോമിക്സ് എന്നുള്ള വിഷയത്തെ നമുക്ക് അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് പറയാൻ പറ്റുന്നത്, എക്കണോമിക്സ് എന്നുള്ള സബ്ജക്റ്റിന് രണ്ട് നേച്ചർ ഉണ്ട്, പോസിറ്റീവ് നേച്ചറും ഉണ്ട്, നോമറ്റീവ് നേച്ചറും ഉണ്ട്. പോസിറ്റീവ് നേച്ചർ പറഞ്ഞു തരുന്നു അതെന്താണെന്ന് പറഞ്ഞു തരുന്നു, നോമറ്റീവ് നേച്ചർ പറഞ്ഞു തരുന്നു അത് എങ്ങനെയൊക്കെയാണ് വേണ്ടത്, അതിനകത്ത് എന്തൊക്കെ ചെയ്യണം, വാട്ട് ought to be, വാട്ട് ought to be എന്നുള്ള കാര്യം, വാട്ട് ഷുഡ് ബി ഡൺ എന്നുള്ള കാര്യം നോമറ്റീവ് സ്റ്റേറ്റ്മെന്റിനകത്തും പറഞ്ഞു തരുന്നു. ഓക്കെ, നമുക്കിനിയും അടുത്ത നേച്ചറാണ്. നമ്മൾ മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ് എന്നുള്ള ടോപ്പിക്കും കൂടാണ് കവർ ചെയ്യുന്നത്. അതൊരു നേച്ചറാണ് എക്കണോമിക്സിന്റെ എന്ന് ഞാൻ പറയുന്നു. മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സും എക്കണോമിക്സിന്റെ ഒരു എക്കണോമിക്സിന്റെ നേച്ചറാണ്. ഈ രണ്ട് നേച്ചറും കൂടെ ചേർന്നിട്ടാണ് എക്കണോമിക്സ് ആകുന്നത്. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ രണ്ടിനെ, അതായത് പോസിറ്റീവ് നോമറ്റീവ് നമ്മൾ ഒരു സെക്ഷനായിട്ട് കണ്ടു, കാരണം അത് സബ്ജക്റ്റിനെ, എക്കണോമിക്സ് എന്നുള്ള സബ്ജക്റ്റിനെയാണ്. ഇനി വരുന്നത് സബ്ജക്റ്റ് മാറ്റർ എന്നെയാണ് നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ച് മൈക്രോ മാക്രോ ആക്കുന്നത്. എന്താണ് സബ്ജക്റ്റ് മാറ്റർ? സബ്ജക്റ്റിനകത്തുള്ള കാര്യങ്ങൾ, സബ്ജക്റ്റിനകത്ത് ഉള്ള കാര്യങ്ങൾ അതെന്തൊക്കെയാണെന്നുള്ളതിനെയാണ് നമ്മൾ തരംതിരിച്ചിട്ടുള്ളത്. മൈക്രോയും മാക്രോയും ഉണ്ട്. മൈക്രോയുടെ മീനിങ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മൈക്രോ ഇക്കണോമിക്സ് ആണ്. മൈക്രോ ഇക്കണോമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ, മൈക്രോസ് എന്നുള്ള വേർഡിൽ നിന്നുമാണ് അതിൻ്റെ മീനിങ് സ്മോൾ എന്നാണ്. ആ വേർഡിൽ നിന്നുമാണ് നമുക്ക് മൈക്രോ എക്കണോമിക്സ് ഉണ്ടായിട്ടുള്ളത്. സ്മോൾ എക്കണോമിക്സ് അതായത് പക്ഷേ സ്മോൾ അല്ല, അതൊരിക്കലും സ്മോൾ അല്ല, ചെറിയ കാര്യങ്ങളുടെ എക്കണോമിക്സ് ആണ്. അതായത് ബേസ് ഓഫ് എക്കണോമിക്സ് ആണ് മൈക്രോ എക്കണോമിക്സ്. ഓക്കെ, അതായത് ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ്, ഈ ഇൻഡിവിജ്വൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാനാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ കാറ്റഗറി ആകാം, എൻ്റെ വീടാകാം. അതായത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ എടുക്കുക, ഇപ്പം ഞാനാണ് മൈക്രോ എക്കണോമിക്സിൽ ഞാനാണ് അവിടുത്തെ സബ്ജക്റ്റ് മാറ്ററെങ്കിൽ നിങ്ങളെല്ലാവരും മറ്റ് ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആണ്. എൻ്റെ വീടാണ് അവിടുത്തെ സബ്ജക്റ്റ് മാറ്ററെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടാണ്. നമ്മളുടെ നാടാണെങ്കിൽ മറ്റ് നാടുകളെല്ലാം മറ്റ് സബ്ജക്റ്റ് മാറ്റേഴ്സ് ആയിട്ടാണ് വരുന്നത്. കാരണം നമ്മൾ ലിങ്ക് ചെയ്യുന്നത്, നമ്മൾ
കൺസിഡർ ചെയ്യുന്നത് നമ്മളെ മാത്രമാണ്. നമ്മളെ ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കുന്നു. അതാണ് മൈക്രോ എക്കണോമിക്സ്. ഇതിനെ നമുക്ക് പ്രൈസ് തിയറി എന്നും വിളിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് നമുക്ക് വരുന്ന ചാപ്റ്റേഴ്സിൽ പഠിക്കാം. അറിഞ്ഞിരിക്കുക, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എഴുതി കിട്ടുന്നേ ഉള്ളൂ. പിന്നീട് അതിനെപ്പറ്റി പഠിക്കും. പിന്നീട് മാക്രോ എക്കണോമിക്സ് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടായിരുന്ന മാക്രോ എക്കണോമിക്സ് ആണ്. ഒരു വലിയ നമ്മളുടെ നേഷൻ്റെ കാര്യങ്ങളാണ് നിങ്ങൾ മാക്രോ എക്കണോമിക്സിൽ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. മാക്രോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ്? മാക്രോസ് മീൻസ് ലാർജ്. ആ വേർഡിൽ നിന്നുമാണ് നമ്മൾക്ക് മാക്രോ എക്കണോമിക്സ് വലിയ കാര്യങ്ങളുടെ, അതായത് ഒരുപാട് എണ്ണം കൂടുതലുള്ളവയുടെ, അതായത് ഒരു വലിയ ഗ്യാതറിങ്സിൻ്റെ ഒരു കൂട്ടത്തിൻ്റെ സ്റ്റഡിയാണ് മാക്രോ എക്കണോമിക്സ്. കണ്ടില്ലേ, മാറ്റർ ഇവിടെ ചെറുതായിരുന്നു. മാറ്ററിന്റെ ബേസിസിലാണ് നമ്മൾ രണ്ടാമത് എക്കണോമിക്സിന്റെ നേച്ചറിനെ കൺസിഡർ ചെയ്തത്. ഓക്കെ, മനസ്സിലായില്ലേ? ഇവിടെ മാറ്റർ, അതായത് മൈക്രോ എക്കണോമിക്സിൽ മാറ്റർ ചെറുതായിരുന്നു, മാക്രോ എക്കണോമിക്സിൽ മാറ്റർ വലുതായി. അത്രയുള്ള കാര്യം. പിന്നീട് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം, എക്കണോമിക്സ് ആസ് എ ഹോൾ അല്ല, ഈ ഹോൾ അല്ല, മുഴുവനായിട്ട് എക്കണോമിക്സ് എന്നുള്ള കാര്യത്തെ മൊത്തത്തിലാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഒരിക്കലും എൻ്റെ ഇൻകം എങ്ങനെയുണ്ടെന്ന് ഒരു മാക്രോ എക്കണോമിക്സിൽ വഴി നോക്കത്തില്ല. മാക്രോ എക്കണോമിക്സിൻ്റെ എയിം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ഇൻകം എങ്ങനെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റിൽ ഇത്ര ആൾക്കാരുടെ ഇൻകം എങ്ങനെ എത്രത്തോളം ഉണ്ട്, ആ കാര്യങ്ങളാണ് എടുക്കുന്നത്. നമ്മൾ സെൻസസ് ഒക്കെ എടുക്കില്ലേ, സെൻസസ് ഒക്കെ എടുക്കാൻ വീട്ടിലൊക്കെ ഓരോരുത്തരൊക്കെ വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാക്രോ ഇക്കണോമിക്സിന് വേണ്ടിയാണ്. ആസ് എ ഗ്യാതറിങ്, ഒരു കൂട്ടമായിട്ട് ഉള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യാനായിട്ട്, വലിയൊരു കൂട്ടത്തെ പറ്റി, ഒരുപാട് വൈഡായിട്ടുള്ള ഏരിയയെ പറ്റി സ്റ്റഡി ചെയ്യാനാണ് മാക്രോ എക്കണോമിക്സ് എടുക്കുന്നത്. സോ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് പിന്നീട് ചെയ്യാം. നമുക്കിനിയും മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയും കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. ഞാൻ പറഞ്ഞു, ഒരു എക്കണോമിസ്റ്റിനാണ് സ്റ്റഡി ചെയ്യുന്ന കാര്യമാണ്. എക്കണോമിക്സ് എങ്ങനെ സ്റ്റഡി ചെയ്യണമെന്നാണ് ഇതിനകത്ത് പറഞ്ഞിരുന്നത്. നമ്മൾ എങ്ങനെ പഠിക്കണമെന്നല്ല, നമ്മൾ പഠിക്കുന്നത് എങ്ങനെ നമ്മളുടെ ഇതുപോലെയാണ്, സൗകര്യം പോലെയാണ് പഠിക്കുന്നത്. പക്ഷേ നിങ്ങളൊരു എക്കണോമിസ്റ്റ് ആയതിനു ശേഷം എങ്ങനെ ഒരു എക്കണോമിക്കൽ പ്രോബ്ലത്തെ നിങ്ങൾ അനലൈസ് ചെയ്യണം, സ്റ്റഡി ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇതിനകത്തൂടെ പറയുന്നത്. ഓക്കെ, 2 മെത്തേഡ് ഉണ്ട്, ഡിഡക്റ്റീവ്, ഇൻഡക്റ്റീവ്. നമുക്ക് ആദ്യം ഇൻഡക്റ്റീവിനെ പറ്റി പഠിക്കാം. ഓക്കെ, ഏതാണ് ഇൻഡക്റ്റീവ്? ഇൻഡക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പർട്ടിക്കുലർ ടു ജനറൽ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിലല്ല, എൻ്റെ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല പേരൊക്കെ ആയിരുന്നു ക്ലാസ്സിൽ. നല്ല, അതായത് പ്രസിദ്ധിയല്ല, കുപ്രസിദ്ധി. നമ്മളെ അശ്വമേധത്തിനകത്ത് പ്രദീപ് സാർ ചോദിക്കുന്നത് പോലെ പ്രസിദ്ധിയായിരുന്നു, കുപ്രസിദ്ധിയായിരുന്നു. അതേപോലെ കുപ്രസിദ്ധിയായിരുന്നു നമുക്കൊക്കെ എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്ലാസ്സിനും അതിൻ്റെതായിട്ടുള്ള ഒരു പേരുണ്ടായി. ആ ക്ലാസ് കൊള്ളത്തില്ല. ടീച്ചേഴ്സ് ആരാണെങ്കിലും പറയും, നമ്മളൊരു 2-3 അലമ്പുള്ള പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ പറയും ആ ക്ലാസ് കൊള്ളത്തില്ല. എന്താണ് കാര്യം? ആകെ 2-3 പേരെ കാണത്തുള്ളൂ. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അലമ്പുണ്ടായിരിക്കും. പക്ഷേ അവിടെ ടീച്ചേഴ്സ് 2 പേരെ വെച്ച്, 2-3 കുറച്ച് പേരെ വെച്ചിട്ട് ക്ലാസ്സിനെ മൊത്തത്തിൽ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. അതാണ് ഇൻഡക്റ്റീവ് മെത്തേഡ്. സെലക്ട് ചെയ്തെടുക്കുന്നത് കുറച്ച് പേരെ ആയിരിക്കും. ആ കുറച്ച് പേരെ വെച്ചിട്ട് ബാക്കിയുള്ളവരും കൂടെ അങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യം അസസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇൻഡക്റ്റീവ് മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു കേസ് ഞാൻ എക്സാമ്പിളായിട്ട് പറയാം. നിങ്ങളിത് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനേ നമുക്ക് ഇൻഡക്റ്റീവ് മെത്തേഡ് പറ്റില്ല. കാരണം ഇപ്പോൾ ഇൻഡക്റ്റീവ് മെത്തേഡിനകത്ത് സെലക്ട് ചെയ്യുന്നവരെല്ലാം അംബാനി, രത്തൻ ടാറ്റ, അമിതാഭ് ബച്ചൻ ഇങ്ങനെയൊക്കെയുള്ള കോടീശ്വരന്മാരാണെങ്കിൽ എന്ത് ചെയ്യും? രാജ്യം മൊത്തം കോടീശ്വരന്മാരായി പോകത്തില്ലേ? സോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്, തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ഇൻഡക്റ്റീവ് സ്റ്റഡിക്കകത്ത് ഉണ്ടാകുന്നത്. അതേപോലെ പക്ഷെ ഇൻഡക്റ്റീവ് വേണ്ടുന്ന കാര്യങ്ങളും ഉണ്ട്. അതായത് നമ്മൾ
നമ്മുടെ എക്കണോമിക് പ്രോബ്ലം, അതെങ്കിൽ നമ്മൾ എക്കണോമിയെ അനലൈസ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ പർപ്പസും എല്ലാം കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ഏത് മെത്തേഡ് വേണം എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ പർട്ടിക്കുലർ ടു ജനറൽ ആണ്. ഒരാളിനെ കണ്ടിട്ട് മറ്റുള്ളതും കൂടെ, അതായത് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്നും ജനറൽ ആയിട്ടൊരു കൺക്ലൂഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പിന്നീട് ഡിഡക്റ്റീവ് മെത്തേഡ്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ തിരിച്ച് ജനറൽ ടു പർട്ടിക്കുലർ, പൊതുവെയുള്ള എല്ലാ കാര്യങ്ങളും കൂടെ നോക്കിയിട്ട് നമ്മൾ പർട്ടിക്കുലർ ആയിട്ട് ഇന്ന ആളിൻ്റെത് ഇന്നതാണ് എന്ന് പറയുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. നമ്മൾ നാഷണൽ ഇൻകം കണ്ടിട്ട് നമ്മൾ ഇതാണല്ലോ ഒരാളുടെ പേഴ്സണൽ ഇൻകം, അതായത് ഇൻകം ഓഫ് എ പേഴ്സൺ, അത് നമുക്ക് അറിയാൻ പറ്റും. കാരണം നാഷണൽ ഇൻകം ഉണ്ട്, നമ്പർ ഓഫ് പേഴ്സൺസും അറിയാമെന്നുണ്ടെങ്കിൽ, നമ്മളൊക്കെ ഇൻഡിവിജ്വൽസും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളാണ് എന്ത് ഒരാളുടെ ഇൻകം കാണാം. പക്ഷെ അതിനകത്ത് നിങ്ങളപ്പോൾ ചോദിക്കുക, അതിനകത്ത് അപ്പോൾ അംബാനിയൊക്കെ വരില്ലേ, അപ്പോൾ അവരുടെ ഇതൊക്കെ കുറച്ച് കാണിക്കില്ലേന്ന്. അവിടെയാണ് നിങ്ങൾ അക്കൗണ്ടൻസിയിൽ പഠിച്ചിട്ടുള്ള പ്രൂഡൻസിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഇതിനകത്ത് എക്കണോമിക്സിനകത്ത് എല്ലാം സെയിം ആപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കാനുള്ള കാര്യം ഞാൻ വെറുതെ പറയുകയാണ്. പ്രൂഡൻസിൽ എന്താണ് പഠിച്ചിട്ടുള്ളത്? ആൻറ്റിസിപ്പേറ്റ് ഓൾ പോസിബിൾ ലോസസ് ആൻഡ് ഡോണ്ട് ആൻറ്റിസിപ്പേറ്റ് പോസിബിൾ ഗെയിൻസ്. നമ്മൾ ഏറ്റവും വേസ്റ്റ് അല്ല വേസ്റ്റ്, അതായത് ഏറ്റവും മോശപ്പെട്ട അവസ്ഥയാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. അതായത് ഒരാളും നമ്മളുടെ ഫാൾസ് സ്റ്റേറ്റ്മെന്റിൽ കണ്ട് അട്രാക്റ്റഡ് ആയിട്ട് ഇവിടെ വന്ന് എന്തെങ്കിലും ആക്ടിവിറ്റീസ് നടത്തി നഷ്ടം ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഓക്കെ, ഈ നമ്മളിപ്പോൾ ഒരുപാട് ആളുകൾ ഇതിപ്പോൾ നമ്മൾ ഇൻഡക്റ്റീവ് മെത്തേഡിൽ നടത്തി എന്ന് വെച്ചോ, നമ്മളുടെ നാഷണൽ ഇൻകം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻഡക്റ്റീവ് മെത്തേഡിൽ നടത്തിയിട്ട് കുറേ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ വെച്ചിട്ട് നമ്മളങ്ങ് പറയുകയാണ് ഇന്ത്യ ഈസ് എ റിച്ച് കൺട്രി, ഇന്ത്യ ഈസ് എ ഡെവലപ്ഡ് കൺട്രി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ ആൾക്കാർക്കെല്ലാം ഭയങ്കര ഇതാണ്, സാലറിയാണ്, അതാണ് ഇതാണ്, ഭയങ്കര കോടീശ്വരന്മാരാണെന്ന് പറഞ്ഞിട്ട് കുറേ കമ്പനികൾ, മൾട്ടിനാഷണൽ കമ്പനീസ് ആ റിപ്പോർട്ട് കണ്ടിട്ട് നമ്മളുടെ ഇന്ത്യയിലേക്ക് വന്നു, കമ്പനി സ്റ്റാർട്ട് ചെയ്തു. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? പൊട്ടിപ്പോവും. കാരണം അവർക്ക് അവിടെ ലോസ് ഉണ്ടാവും. അതേസമയം നമ്മൾ വേസ്റ്റ് കണ്ടീഷനാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ ഓക്കെ നമുക്കവിടെ ചെയ്യാം എന്നുള്ളൊരു മൾട്ടിനാഷണൽ കമ്പനീസ് ആണെങ്കിൽ ഒരു ശ്രമം നടത്തും. ഓക്കെ, നമുക്ക് അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റുമോ ഇല്ലെന്നുള്ള കാര്യം അവർ അനലൈസ് ചെയ്തിട്ട് ഒരു സ്റ്റഡി നടത്തിയതിന് ശേഷം അവർ വരും, വർക്ക് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് എന്താണ്, അവരതിനകത്ത് സക്സസ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അവർ ഏറ്റവും വേസ്റ്റ് കണ്ടീഷനാണ്, ഏറ്റവും മോശം സ്ഥിതിയാണ് അവർ അനലൈസ് ചെയ്തിട്ട് അതാണ് സ്റ്റഡി ചെയ്തിട്ടുള്ളത്. സോ അവർക്ക് അതിൻ്റെ ആയിട്ടുള്ള എല്ലാ സൊല്യൂഷൻസും അവർ കണ്ടുവച്ചിട്ടുണ്ടായിരിക്കും. പിന്നീട് അവർക്ക് അത് അപ്ലൈ ചെയ്താൽ മതി ആ സൊല്യൂഷൻസ്. അതിൽ കൂടെ അവർക്ക് എക്കണോമിക് പ്രോഫിറ്റ് ഉണ്ടാകും. ബാക്ക് ടു ടോപ്പിക്. ഡിഡക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഡക്റ്റീവ് സ്റ്റഡി എങ്ങനെയാണ്, എന്താണ് ജനറൽ ടു പർട്ടിക്കുലർ. അതിന് മറ്റ് പേരുണ്ട്, ആബ്സ്ട്രാക്ട് മെത്തേഡ്, അനാലിറ്റിക്കൽ മെത്തേഡ്, പ്രയർ മെത്തേഡ് മുതലായിട്ടുള്ള പേരുണ്ട്. ഈ പേരുകൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാം എഴുതണമെന്ന് ആഗ്രഹമുള്ള ആളാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് ഒരു കോഡ് ഞാൻ ഇട്ടിട്ടുണ്ട്, DGP. അതെ, പോലീസിന്റെ കാര്യം ആലോചിച്ചാൽ മതി. DGP കേൾക്കാറുണ്ടല്ലോ പത്രത്തിലും എല്ലാം, അറ്റ്ലീസ്റ്റ് കുറച്ച് തവണെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇത് ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് വെച്ചാൽ ജനറൽ ടു പർട്ടിക്കുലർ ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നമ്മൾക്ക് ടോപ്പിക്കിൽ നിന്ന് ഇത്രയും കൊണ്ട് നമുക്ക് നിർത്താം. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? നമ്മളൊരു 4 ഡെഫിനിഷൻ പഠിച്ചു. വെൽത്ത് ഡെഫിനിഷൻ, വെൽഫെയർ ഡെഫിനിഷൻ, സ്കേഴ്സിറ്റി ഡെഫിനിഷൻ, ഗ്രോത്ത് ഡെഫിനിഷൻ. നമ്മൾ 4 ഡെഫിനിഷൻ പഠിച്ചു. പിന്നീട് എന്താണ് പഠിച്ചിട്ടുള്ളത്? പിന്നീട് നമ്മൾ നേച്ചർ ഓഫ് എക്കണോമിക്സ് പഠിച്ചു. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നേച്ചർ ചോദിക്കുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ബേസിസിലുള്ളത് മാത്രം എഴുതിയാൽ മതി. മാർക്കിൻ്റെ അനുസരിച്ച് നമുക്ക് അടുത്ത, അതായത് മൈക്രോയും കൂടി എഴുതണോ വേണ്ട എന്നുള്ള കാര്യം ഞാൻ പിന്നീട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യിക്കും ലൈവ് ക്ലാസ്സിൽ. അന്നേരം നമുക്ക് തീരുമാനിക്കാം. ഞാൻ അതെങ്ങനെ വേണമെന്നുള്ള കാര്യം പറഞ്ഞു തരാം. നേച്ചർ ഓഫ് എക്കണോമിക്സ് നമ്മൾ പഠിച്ചു. മാക്രോ, പിന്നീട് ഏതാണ് പോസിറ്റീവ് എക്കണോമിക്സ്, നോർമേറ്റീവ് എക്കണോമിക്സ്, പിന്നീട് മെത്തേഡ്സ് ഓഫ് സ്റ്റഡി ഓഫ് എക്കണോമിക്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മളപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ കവർ ചെയ്തിട്ടുണ്ട്?
ഉം, അതെ നമ്മൾ സോറി ഡെഫിനേഷൻസ് ഓഫ് എക്കണോമിക്സ് തീർത്തു, നേച്ചർ ഓഫ് എക്കണോമിക്സ് തീർത്തു, മൈക്രോ ആൻഡ് മൈക്രോ എക്കണോമിക്സ് തീർത്തു, മെത്തേഡ്സ് ഓഫ് സ്റ്റഡി ഓഫ് എക്കണോമിക്സ് തീർത്തു. ഓക്കെ, നമ്മൾ ഇത്രയും പോർഷൻസ് ഇപ്പോൾ കംപ്ലീറ്റ് ആയി. പിന്നെ വേറെ ആരും ശ്രദ്ധിക്കുക, നിങ്ങൾ ഞാൻ കളർ സ്കീം ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിനകത്ത് വരയ്ക്കുന്നത് പോലെ പിന്നെ വരയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എക്സ്ട്രാ ഡേറ്റ വേണമെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയുന്നത് സൈഡിലോട്ട് മാറ്റി എഴുതി വെക്കുക എന്നുള്ളതാണ് കാര്യം. അല്ല, ഞാനിത് നിങ്ങളത് ശ്രദ്ധിക്കാൻ വേണ്ടി ആണ് ഞാൻ ഇതിനകത്ത് ഇങ്ങനെ ഹൈലൈറ്റർ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ PDF ഇട്ട അത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഒരുപാട് വലിച്ചു നീട്ടി കളർ അടിച്ച് കുളമാക്കുകയും ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ എന്തായാലും വായിച്ചു നോക്കുക, പഠിച്ചു നോക്കുക. നമുക്ക് ലൈവ് ക്ലാസ് ഷെഡ്യൂൾ ചെയ്യാം. അതിനകത്ത് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാം. കുറച്ച് എക്സ്ട്രാ ടിപ്സും കാര്യങ്ങളും കൂടെ ഉണ്ട്, അത് ഞാൻ ലൈവ് ക്ലാസ്സിനകത്ത് പറഞ്ഞു തരാം. ഇതിനകത്ത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. കാരണം ഞാൻ പറഞ്ഞു, ഹാർഡ് വർക്ക് അല്ല വേണ്ടത്, ഏതാണ് സ്മാർട്ട് വർക്കാണ് വേണ്ടത്. നമുക്ക് സ്മാർട്ട് വർക്ക് അപ്പോൾ അങ്ങ് തുടങ്ങിയേക്കാം, ലൈവ് ക്ലാസ്സിൽ കൂടെ നമുക്കങ്ങ് തുടങ്ങാം. അപ്പോൾ ഓക്കെ, എല്ലാവരും ഇരുന്ന് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്, ബൈ.